അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിറാത്തുൽ മുസ്തഖീം എന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവർ, അഥവാ പിശാചിൻ്റെ വഴിയിലേക്ക് തെന്നി മാറിയവർ നിരന്തരം കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ആ കളവ് പറയുന്നതിലുള്ള ലജ്ജ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉൾവിളി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സാധാരണ കളവ് പറയുമ്പോൾ ആദ്യമായിട്ട് കളവ് പറയുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കളവ് പറയുന്ന ഒരാൾക്ക് കളവ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാള്യത ഉണ്ടാവും, അല്ലെങ്കിൽ മുഖത്തൊരു വൈക്ലഭ്യം ഉണ്ടാവും. പക്ഷേ നിരന്തരം കളവ് പറഞ്ഞ് ആ ഉൾവിളി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അഥവാ അതിൻ്റെ ആ ഞരമ്പ് പൊട്ടിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നിരന്തരം കളവ് പറയും, വളരെ കോൺഫിഡൻസോടുകൂടെ കളവ് പറയും, ആധികാരികമായിട്ട് സംസാരിക്കുന്ന രൂപത്തിൽ കളവ് പറയും. അതേപോലെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഈമാനിനെ പഴപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മൗലവിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. മുമ്പൊന്നും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തൊപ്പിയിട്ടതൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ തൊപ്പിയും താടിയൊക്കെ ഇട്ടിട്ട് വലിയൊരു പണ്ഡിത വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാം രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, മൂന്നാമത്തൊന്നാണ് നബി എന്ന് പറഞ്ഞു ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടെണ്ണങ്ങളിലേക്ക് കൂടി ഒന്ന് കൂട്ടിയാൽ അത് ബിദാത്താണ്. ഇസ്ലാമിൽ ഉള്ളതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന എന്തിനേയും അനാചാരം എന്നാണ് പറയാ. പ്രധാനമായും നോക്കണം, നബിദിനാഘോഷം പാടില്ല, അത് ബിദഅത്താണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടി ഇയാൾ കൊണ്ടുവരുന്ന ഒരു തെളിവാണ് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ, മൂന്നാമതൊന്ന് കൊണ്ടുവന്നാൽ അത് ബിദഅത്താണെന്ന്. ആരാണിത് പറഞ്ഞത്? എവിടുന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത്? ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വാചകങ്ങളും ഉദ്ധരിക്കുന്നില്ല. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈദ് അഥവാ ഇസ്ലാമിലെ ആഘോഷങ്ങൾ, അറഫ ദിവസത്തെക്കുറിച്ച് ഈദ് എന്ന് പറഞ്ഞിട്ടില്ലേ? വെള്ളിയാഴ്ച ദിവസം ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ രണ്ട് ഈദ് മാത്രമേ ഇസ്ലാമിലുള്ളൂ. ഇത് നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? എവിടുന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്? മാത്രമല്ല, അതല്ലാത്ത എന്തൊക്കെ ആഘോഷങ്ങൾ, നമ്മുടെ വിവാഹാഘോഷങ്ങൾ, മറ്റു എന്തൊക്കെ ആഘോഷങ്ങൾ, ഇവരുടെ സംഘടനകളുടെ വാർഷിക ആഘോഷങ്ങൾ ഘനഗംഭീരമായിട്ട് ഇവർ നടത്താറില്ലേ? അപ്പോൾ അങ്ങനെ ഒരാഘോഷവും പാടില്ല എന്നാണോ? നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് നിങ്ങൾ ആഘോഷിച്ചില്ലേ? അതൊന്നും ദീനുമായിട്ട് ബന്ധമില്ലാത്ത, അതൊക്കെ തള്ളപ്പെടേണ്ട വിധേയത്തുകളാണോ? എന്താണ് നിങ്ങളീ പറയുന്നത്? ഒരു വിഷയത്തിൽ തീരുമാനം പറയാൻ എന്ത് ദലീലിനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന ഒരു വൈജ്ഞാനികമായ ഒരു നിലവാരം പോലും ഇല്ലാത്ത സംസാരമാണല്ലോ ഇത്. ബാക്കി പറയട്ടെ. 4 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തേത്, നബിയോ സഹാബത്തോ പൂർവികന്മാരോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബിദാത്താണ്. നബിദിനാഘോഷത്തെ എതിർക്കാൻ പ്രധാനമായും 4 കാരണങ്ങളാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. എന്നിട്ട് ഒന്നെന്താണ്? നബിതങ്ങളും സ്വഹാബത്തും ചെയ്തിട്ടില്ല. നബിതങ്ങളും സ്വഹാബത്തും ചെയ്യാത്തതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ ആരാണ് പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മൗലവിമാർ തന്നെ പറയുന്നുണ്ടല്ലോ. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മൗലവിമാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല, നബിതങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഷാഫിഈ ഇമാം പറയുന്നുണ്ട് 2 തരം ബിദഅത്തുണ്ട്. ഒന്ന് തള്ളപ്പെടേണ്ടതാണ്, ഒന്ന് ഇസ്ലാമിൽ അംഗീകൃതമായ ബിദഅത്താണ്, മഹ്മൂദത്തായ ബിദഅത്താണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാരണം പറഞ്ഞത് ശറഇൻ്റെ അസുലിനോട് യോജിക്കുക എന്നതാണ്. ശറഇൻ്റെ അസുലിനോട് യോജിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ കളവുകൾ ഇങ്ങനെ ആവർത്തിക്കുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ചെയ്തത് മാത്രമേ ചെയ്യാൻ പറ്റൂ എങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്വയം നിങ്ങളിങ്ങനെ എണ്ണി നോക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടായിരുന്നോ? ഇതൊക്കെ സ്വഹാബത്ത് ചെയ്തിരുന്നോ? മാത്രമല്ല, നബിതങ്ങളും സ്വഹാബത്തും ചെയ്തത് മാത്രം ചെയ്യണമെന്ന് പറയുന്ന നിങ്ങൾ ഖുതുബ മാതൃഭാഷയിലാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് അനറബി നാടുകളിൽ പോയിട്ട് പോലും ഖുതുബയുടെ ഭാഷ മാറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നബിതങ്ങളും സ്വഹാബത്തൊന്നും വേണ്ടേ? അല്ല, ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. ആ വിഷയം നിങ്ങൾ നബിതങ്ങളും സ്വഹാബത്തും ചെയ്യാത്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു വിഷയത്തിൽ മാനദണ്ഡം പറയുമ്പോഴുണ്ടാകുന്ന ഒരു നിലവാരം കാത്തു സൂക്ഷിക്കേണ്ട മൗലവി. ബാക്കി പറയട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തികച്ചും ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവർ ഈസാ നബി അലൈഹി സ്വലാമിന്റെ, യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇസ്ലാം അതിനെതിരാണ്. പിന്നെ നബിദിനാഘോഷത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതൊന്നാണ്. അത് ക്രൈസ്തവർ ആഘോഷിക്കുന്ന ഈസാ നബിയുടെ ജന്മദിനം ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഏതായാലെങ്കിലും അത് അവർ ആഘോഷിക്കുന്നുണ്ട്, അവരുടെ യേശു ക്രിസ്തുവിനെ ആഘോഷിക്കണം. അതേപോലെയാണ് നബിദിനാഘോഷമെന്ന്. അങ്ങനെയാണോ?
നിങ്ങൾ നോക്കണം, എന്താണ് ക്രൈസ്തവർ, അത് അവരുടെ വിശ്വാസമാണ്, നമ്മൾ അതിനെ ആക്ഷേപിക്കുകയല്ല. അതേസമയത്ത് എന്താണ് അവരുടെ താല്പര്യം എന്താണ്? അവരുടെ ദൈവപുത്രൻ എന്നവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം അവർ ആഘോഷിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ? ഇല്ല. നബി തങ്ങൾ അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. ഇതല്ലേ നമ്മളെ വിശ്വാസം. അപ്പം എങ്ങനെയാണ് അത് തുല്യമാകുന്നത്? അതേപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? രണ്ട് വിശ്വാസമല്ലേ മൗലവി? മാത്രമല്ല ഇവർ കുറേ കാലം പറഞ്ഞു, ഇപ്പോഴും പറയാറുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു തെളിവ് കിട്ടി, നബി തങ്ങളെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പുകഴ്ത്തരുത് എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്, ഈസാ നബിനെ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുത്. എന്താ ഈസാ നബിയുടെ പ്രത്യേകത? ഈസാ നബിനെ അവർ പുകഴ്ത്തിയത് എന്താണ്? ദൈവപുത്രനാണെന്ന് നിൽക്കാൻ. അങ്ങനെ പറയരുത്, എന്നെ പറയരുത്. ഞാൻ ഹദീസിന്റെ ബാക്കി എന്താണ്? വഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ കൃത്യമായി നിങ്ങൾ പറയണം, ആ റിസാലത്തിൻ്റെ മഹത്വം പറയണമെന്നാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു മാനദണ്ഡമോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തെളിവുകൾ കൊണ്ടാണ് ഇവർ വരുന്നത്. ബാക്കി പറയട്ടെ. ആഘോഷിക്കാനുള്ള ഒരു മാതൃകയും ഇസ്ലാമിൻ്റെ ചര്യയിലില്ല, സ്വഹാബത്തിൻ്റെ ചര്യയിലില്ല. പിന്നെ ഇത്തരം ആഘോഷങ്ങൾ എന്താണ്? ഇസ്ലാമിക ആഘോഷങ്ങൾക്കൊക്കെ നിർണയമുണ്ടോ? എത്ര സമയം ആഘോഷിക്കണം, എപ്പോൾ ആഘോഷിക്കണം, എപ്പോൾ നിസ്കരിക്കണം, എത്ര തക്ബീർ ഇടണം, എങ്ങനെ ചെല്ലണം? ഇസ്ലാമിൽ ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കിയാൽ അതിന്റെ നിയമം ആർക്കും അറിയില്ല. അന്ന് എന്താ ചെയ്യേണ്ടത്? പള്ളിക്ക് ലേറ്റഡ് ആണോ വേണ്ടത്? അങ്ങാടി. ഇസ്ലാമിലുള്ള ആഘോഷങ്ങൾക്ക് നിർണയങ്ങളുണ്ട്. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, ഇസ്ലാമിലുള്ള കർമ്മങ്ങൾക്ക് പരിധി നിശ്ചയിച്ചതുണ്ട്, പരിധി നിശ്ചയിക്കാത്തതുണ്ട്. അത് ഇന്ന സമയത്ത് ഇന്ന സമയം വരെ എന്ന് പരിധി നിശ്ചയിച്ചതുണ്ട്, അതേ സമയത്ത് അങ്ങനെ പരിധി നിശ്ചയിക്കാത്തതുണ്ട്. ഓരോ ഇസ്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് സ്വതക്ക ചെയ്യണമെന്ന കൽപ്പന ഉണ്ട്, പക്ഷേ അതിന് ഇന്നത് സ്വതക്ക ചെയ്യാവൂ എന്ന പരിധിയില്ല. പക്ഷേ പൊതുവായ ഒരു പരിധി ഉണ്ട്. അതെന്താണ്? ഇസ്ലാമിൻ്റെ ശരീഅത്തിനകത്തുള്ള ഒരാൾ കള്ള് സ്വതക്ക ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഉസൂൽ ശരീഅത്തിനകത്ത് നിന്നിട്ടുള്ള കർമ്മങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള മഹബത്തിനെ പ്രകടിപ്പിക്കൽ, നബി തങ്ങളെ കൊണ്ടുള്ള സന്തോഷം, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ സന്തോഷം പ്രകടിപ്പിക്കുക, ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞതാണ്. പക്ഷേ അതിലെന്തുണ്ട്? അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പൊതുവായ മാനദണ്ഡം എന്താണ്? പരിശുദ്ധ ദീനിന് വിരുദ്ധമാകരുത് എന്നേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള ഒരു ആഘോഷം പറ്റൂല എന്നല്ല. എങ്കിൽ നിങ്ങൾ മറുപടി പറയണം, ഈ മൗലവി മറുപടി പറയണം. നിങ്ങളുടെ വാർഷികാഘോഷം നടത്തിയപ്പോൾ അത് ഏത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ നടത്തിയത്? നവോത്ഥാനത്തിൻ്റെ 1 നൂറ്റാണ്ട് നിങ്ങൾ ആഘോഷിച്ചില്ലേ? അന്ന് നിങ്ങൾ വലിയ പരിപാടികൾ നടത്തിയില്ലേ? എന്താണ് അതിൻ്റെ മാനദണ്ഡം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വാർഷികം നടത്തിയിട്ടുണ്ടോ? സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷം 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പ്രബോധനത്തിൻ്റെ 1 നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തോ താബിഈങ്ങളോ ഇവിടെ ആഘോഷം നടത്തിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ നടത്തിയ ആഘോഷം എന്തടിസ്ഥാനത്തിലാണ്? അന്ന് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്? അപ്പം നിങ്ങൾക്ക് ഈ മാനദണ്ഡം ഒന്നുമില്ലേ? ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ മാത്രമുള്ള പ്രശ്നമാണിത്? അതോ നിങ്ങളിത് ദീനുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ലേ? തുറന്നു പറയണം നിങ്ങൾ. ബാക്കി പറയട്ടെ. വേണ്ടത് ചോറ് കൊടുക്കാണോ വേണ്ടത്, ഗുലാബി കൊടുക്കാണോ വേണ്ടത്? ആൾക്കാർക്ക് ഒരു നിർണ്ണയമില്ല. ഓരോരുത്തർക്ക് എന്താ തോന്നുന്നു അതൊക്കെ അവരെന്ത് ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മുഹറമാത്തുകളും നിഷിദ്ധ പ്രവർത്തനങ്ങളും കടന്നു വരാൻ ആർക്കും നിർണ്ണയമില്ലാത്തതുകൊണ്ടല്ല. ഇതിനൊക്കെ വിശ്വാസികൾക്ക് നിർണയം ഉണ്ട്. വിശ്വാസികൾക്ക് നിർണയമുണ്ട്, നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് തിരിയണില്ല എന്നുള്ളൂ. ഇപ്പോൾ നബിദിനാഘോഷം നടക്കുകയാണ്. നബിദിനാഘോഷത്തിൽ പരിശുദ്ധ ദീനിൻ്റെ ശറഇൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അതാണ് അതിൻ്റെ നിർണയം. ഇനി അതല്ലാത്ത അതിൻ്റെ പുറത്തേക്ക് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് പാടില്ലാത്തതാണ്. ഒരാൾ ഹറാമായ രൂപത്തിൽ നബിദിനം ആഘോഷിക്കുന്നു, ഹറാമായ ഡാൻസുകൾ അല്ലെങ്കിൽ ഹറാമായ പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു, അത് തെറ്റാണ്, ഹറാമാണ്, ഒരു സംശയമല്ല. അതിന് നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യരുത് എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. അത് ഈ നബിദിനാഘോഷത്തിൽ മാത്രമല്ല. ഇപ്പം നിങ്ങളുടെ ഒരു സമ്മേളനത്തിൽ ഒരു അനിസ്ലാമികമായ പ്രവണത അവിടെ സംഭവിച്ചു നോക്കുക, നിങ്ങൾ സമ്മേളനം പിരിച്ചുവിടല, അടുത്ത വർഷം മുതൽ സമ്മേളനം വേണ്ടാന്ന് തീരുമാനിക്കല അല്ല, അടുത്ത വർഷം മുതൽ ആ അനിസ്ലാമിക പ്രവണതയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തും. ഇതല്ലേ ന്യായം? ഇതല്ലേ നമ്മൾ സാധാരണ നിർവഹിക്കാറുള്ളത്? പിന്നെ ഇന്ത്യ മഹാരാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന രൂപത്തിൽ ആർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, അവരൊന്നും ഈ രാജ്യത്തിൻ്റെ അധികാരികളൊന്നുമല്ല. അവർക്ക് ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു വെക്കാനുള്ള അധികാരമൊന്നുമില്ല.
അതേ സമയത്ത് അനിസ്ലാമികമാണ് എന്ന് പറയാനുള്ള അധികാരമുണ്ട്, അത് നമ്മൾ നിർവഹിക്കുന്നുമുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അത് പഴമക്കാർ പറയലുണ്ടല്ലോ, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. എലി ശല്യം ഉണ്ടെങ്കിൽ തറവാട് മൊത്തം ചുട്ട് ചാമ്പലാക്കല്ലേ ചെയ്യുക. എലി ശല്യം ഒഴിവാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെ അനിസ്ലാമിക പ്രവണതകൾ കടന്നുകൂടുന്നുവെങ്കിൽ അതിനെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ പണിയെടുക്കുക എന്നതാണ് അതിൽ നിർവഹിക്കേണ്ടത്. ബാക്കി പറയട്ടെ. 2 ആഘോഷമുള്ളൂ പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ആഘോഷം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അത് ഇസ്ലാമിൽ പുതിയൊരു ബിദ്അത്താകും. മാത്രമല്ല സുഹൃത്തുക്കളെ, അതിലൊക്കെ ശിർക്ക് വരും. ഈ ബൂസൂരിന്റെ ബുർദ എന്ന് പറയുന്ന ബെയ്ത്ത്, സത്യത്തിൽ അതൊന്ന് ശരിക്കും നമ്മൾ വായിച്ചു നോക്കിയാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തുന്നു. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി എന്നാണ് തുടങ്ങുന്നത്. നോക്കണം, ബൂസൂരിന്റെ ബുർദ. അതാണ് ഇപ്പം ഇനി നബിദിനാഘോഷം എതിർക്കാനുള്ള കാരണം പറയണം. ഇത് നബിദിനാഘോഷം വിദേഹത്താണെന്നുള്ളതിൻ്റെ കാരണം പറയാണ്. ബൂസൂരിൻ്റെ ബുർദ സഹിക്കാൻ പറ്റണില്ല, അതിൽ ശിർക്കുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുമാർ വിലയിരുത്തിയിട്ടുണ്ട്. ഒറ്റ ഇമാമിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഒറ്റ ഇമാമ് അരവരി കൊണ്ട് ആ ബൂസൂരിയുടെ ബുർദ അല്ലെങ്കിൽ ആ ഷിർക്കിനെ കുറിച്ച്, നിങ്ങൾ ഈ ഷിർക്ക് എന്ന് പറയണ്ടല്ലോ, എന്താണ് ഈ ഷിർക്ക് ഒന്ന് വിശദീകരിക്കുമോ നിങ്ങൾ? ഇതിൽ ഷിർക്കുണ്ട് അല്ലെങ്കിൽ ബുർദയിലുള്ള സമാനമായ രൂപത്തിൽ ഷിർക്കുണ്ട് എന്ന് പറയാൻ എന്താണ് നിങ്ങളുടെ മാനദണ്ഡം? ഏതു ഇമാമാണ്, പരിശുദ്ധ ദീനിൻ്റെ ഏത് ഇമാമാണ് ഷിർക്കുണ്ട് എന്ന് പറഞ്ഞത്? ഇയാൾ ഷിർക്കുണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങളും അതിനെ ഇമാമിമാർ സമീപിച്ചതും നമുക്ക് നോക്കാം. അത് അദ്ദേഹത്തിന് അസുഖം വന്നു എന്നാണ്. അസുഖം വന്നിട്ട് പലത് ചെയ്തിട്ടും സുഖമായില്ലാന്നാണ്. അപ്പൊ സുഖാഘാതം വന്നപ്പോൾ അദ്ദേഹം കുറേ സ്വലാത്തുകൾ ചൊല്ലി ഉറങ്ങിയതാണ്. അപ്പൊ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഒരു പുതച്ചു കൊടുക്കുന്നതായിട്ട്, ഒരു വിശുദ്ധമായ പുതച്ചു കൊടുക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ്. രാവിലെ എഴുന്നേച്ചപ്പോൾ രോഗമൊന്നും ഇല്ലാന്നാണ്. അങ്ങനെ നബിനെ മദഹ് ചെയ്ത് പാടിയെന്നാണ് കഥ. അത് നോക്കൂ നിങ്ങൾ. അതായത് ബൂസൂരി ഇമാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ രോഗം വന്ന് പ്രയാസപ്പെട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലി നബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് അത് കെട്ടുകഥയാണ്. കാരണം റസൂലുള്ളാഹിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. പോട്ടെ, ഇനി ഇയാളെ പ്രശ്നം പറയട്ടെ. എത്ര ഗൗരവമാണ് നിങ്ങൾ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ട ആ രക്ഷയും തേട്ടൊക്കെയാണ് എന്തിനാണ് റസൂലിനോട് ചോദിക്കുന്നത്. അള്ളാഹിനോട് ചോദിക്കേണ്ട രക്ഷയും തേട്ടവുമാണ് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. ഈ സാധുക്കൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നൊരു ധാരണ ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിഷേധിക്കേണ്ടി വരും? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിരവധി ആവർത്തിച്ചു വന്നതല്ലേ അല്ലാഹു വ റസൂലുഹു അഅലം. സ്വഹാബത്തിന്റെ വിധങ്ങളോട് എപ്പോഴും പറയുന്നതാണ് അല്ലാഹു വ റസൂലുഹു അഅലം. ഒരു കാര്യം ചോദിച്ചാൽ അത് അള്ളാഹ്ക്കും റസൂലിനും അറിയാം. അപ്പോൾ ഇവരന്നുണ്ടെങ്കിൽ പറയാം അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അള്ളാഹുവിലേക്ക് ചേർത്തി പറയേണ്ട ഇൽമിനെ നബി തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു. ഫഖദ് അശ്റക, ശിർക്ക് സംഭവിച്ചു. ഇത് റസൂലുള്ള പറയണം, പക്ഷെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ അങ്ങനത്തെ ഒരു തൗഹീദ് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. മഹദിയായ സയ്യിദുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങൾ ഒരു വിഷയത്തിൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ ആയിഷ ബീവി എന്താ പറഞ്ഞത്? അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, റസൂലിലേക്കും തൗബ ചെയ്യുന്നു. ശിർക്ക് സംഭവിച്ചു. നിങ്ങളൊന്നും അന്ന് ഇല്ലാത്തത് ഭാഗ്യം. അത് ശിർക്ക് സംഭവിച്ചു. റസൂലുള്ളാഹിനെ വരെ നിങ്ങൾ തിരുത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ശിർക്കിന്റെ കാരണം? അള്ളാഹുവിലേക്ക് ചേർത്തി പറയേണ്ട തൗബയെ നബി തങ്ങളിലേക്ക് തൗബ ചെയ്തു എന്ന് പറഞ്ഞു. സാധു, ഇത് വേറെ വേറെ അർത്ഥങ്ങളാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതിന് ഒരർത്ഥമാണ്, നബിതങ്ങളിലേക്ക് ചേർത്തി പറയുന്നതിന് മറ്റൊരർത്ഥമാണ്. എന്തതി അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തത്? മാത്രമല്ല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ സാധാരണ പറയുന്നതാണ്. ഹദീസിൽ കാണാം അഊദു ബി റസൂലില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ട് കാവൽ ചോദിക്കേണ്ടത് നബിതങ്ങളെ കൊണ്ട് കാവലിനെ ചോദിച്ചു, അള്ളാഹുവിലേക്ക് പങ്കു ചേർത്തു എന്നാണോ അതിൻ്റെ അർത്ഥം? എന്തൊക്കെ നബിതങ്ങളിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അതുകൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തു. അങ്ങനെയാണോ? നബിതങ്ങളോട് സ്വഹാബത്ത് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നബിതങ്ങൾ സ്വഹാബത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്താ അത്തൈനാക വൽഅദ്റാഉ യുദ്മീല ബാനുഹ എന്ന് പറഞ്ഞിട്ട് ബൈത്തുണ്ടല്ലോ. ഫഖദ് ശൂഗിലത്ത് ഉമ്മുൽ സബിയ്യി അനി ത്ഫിലി എന്ന് പറയുന്ന ബൈത്ത്. അതിൻ്റെ ലാസ്റ്റ് കാണാം വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയെ, ഞങ്ങൾക്കൊരു വിപത്ത് വന്നാൽ അവിടുത്തേക്കല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഇത് പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹിനോട് ചോദിക്കടാ, പോയിട്ട് എന്നോട് ചോദിക്കാൻ വന്നിക്കുകയാണോ?
അള്ളാഹിനോട് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചൂടായോ? ഇല്ല. നബി തങ്ങൾ ദ്വയർന്നെടുത്തു, മഴ പെയ്തു. ഇങ്ങനെയാണ് സ്വഹാബത്ത് നബി തങ്ങളെ മുമ്പിലേക്ക് പോയത്. ഇങ്ങോട്ട് ഇവരിങ്ങോട്ട് പറയാം, അള്ളാഹിനോട് ചോദിക്കേണ്ടത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹിനോട് ചോദിക്കേണ്ടത് അള്ളാഹിനോട് ചോദിച്ച്. ഈ മാനദണ്ഡത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? ഇതെന്താണ് വ്യത്യാസം? ഇപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇന്നല്ലാഹ ബസീറുൻ, ഇന്നല്ലാഹ സമീഉൻ, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. നമ്മളും കാണുന്നുണ്ടല്ലോ, നമ്മളും കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു സൃഷ്ടിയെ അള്ളാഹുവിലേക്ക് പങ്കുചേർത്തു എന്നാണോ? അല്ല. അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അള്ളാഹുവിൻ്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വാജിബുൽ വുജൂദാണ്, അതുണ്ടാവൽ നിർബന്ധമാണ്. നമ്മൾ മുംകിനുൽ വുജൂദാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉസ്താദ്മാരെ നോതി പഠിക്കണ്ടേ? അഫ്ളലുൽ മീൻ പഠിച്ചിട്ട് ഖുർആനും ഹദീസും അർത്ഥം വെക്കാൻ വന്ന് എങ്ങനെ ഉണ്ടാവും? ബാക്കി പറയട്ടെ. ഇറങ്ങുമ്പോൾ താങ്കളല്ല ആദ്യം ആരാണ് രക്ഷ തേടാനുള്ളത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക എന്ന് പറയുന്ന അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട സഹായത്തിന് എതിരാണ്. മാത്രമല്ല ഇത് നാളെ മഹ്ശറാവൻ സഭയിൽ സർവ്വവ്യാപിയായിട്ട് എല്ലാവരെയും വ്യാപിക്കുന്ന വിപത്ത് ഏതായ അക്റമൽ ഖൽഖി മാലിമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ആരോരും സഹായിക്കാനില്ലാതെ പ്രയാസപ്പെടുമ്പോൾ എല്ലാവരും ആദം നബി മുതൽ ഈസാ നബി അലൈഹിമുസ്സലാം വരെയുള്ള പ്രവാചകന്മാരിലേക്ക് പോകും, നബിമാരിലേക്ക് പോകും. അവർക്കൊന്നും സഹായിക്കാൻ കഴിയില്ല. അവരൊക്കെ റസൂലുള്ളാഹിലേക്ക് വരും. റസൂലുള്ളാഹി തങ്ങൾ അനലഹ അനലഹ അനലഹ, ആ ഷഫായത്തിനു ഞാൻ അർഹനാണെന്ന് പറഞ്ഞ് ആ ഷഫായത്തിനെ ഏറ്റെടുത്ത് ആർക്കും സഹായിക്കാൻ കഴിയാത്ത മഹ്ശറാവൻ സഭയിലെ സർവ്വവ്യാപിയായ വിപത്തിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ റസൂൽ അങ്ങനെ രക്ഷിക്കുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന റസൂൽ അങ്ങനെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ വിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയൂല. ഞങ്ങൾ റസൂൽ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്താ പ്രശ്നമുള്ളത്? അപ്പോഴേക്ക് ശിർക്ക് വരുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്ന ശിർക്ക്? എന്താണ് നിങ്ങൾ വിശദീകരിക്കും? ഏതെങ്കിലും ഒരു ഇമാമ് ഇതിനെ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നബി